പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 5. എൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. ആ ഗന്ധം അടുത്തേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞിട്ടും ഞാൻ തല ഉയർത്തി വരുന്നയാളെ നോക്കുവാനായി പോയില്ല. വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ കൂപ്പുകുത്തിപ്പോയിരുന്നു. കാലിൻ്റെ പെരുവിരൽ തൊട്ട് തലമുടിയുടെ അറ്റം പോലും വിറച്ചു തുടങ്ങി. ഉമിനീര് പോലും തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറക്കാൻ പറ്റാതെയായി. ആ മോനെ, നീ വന്നത് നന്നായി. ഞാൻ സന്ദീപിനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അച്ഛൻ മുകുന്ദേട്ടനോട് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു ഞാൻ. ആളയാൻ വരാൻ ഇനിയും താമസിക്കില്ലേ? ആള് ചോദിക്കുന്നുണ്ട്. അതിന് അച്ഛൻ എന്തോ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിതെല്ലാം ഏതോ ഊഹയിൽ നിന്നും പുറത്തേക്ക് വിളിച്ചു പറയുന്നത് പോലെയാണ് കാതിൽ വന്നു പതിച്ചത്. ഈ കൈ എൻ്റെ തോളിലേക്ക് ഇട്ടോളൂ. ഒരു ചൂട് നിശ്വാസം നെറുകയിലേക്ക് അടിച്ചപ്പോൾ പരിസരം മറന്ന് ഞാൻ ഇരുന്നിടത്ത് നിന്നും അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നു പോയി. മുകുന്ദേട്ടൻ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. എനിക്കപ്പോഴും ഈ നടക്കുന്നതൊക്കെ സത്യമാണോ മിഥ്യയാണോ എന്നൊരു തോന്നലിലായിരുന്നു. ഒരു പെൺകുട്ടിയോടും ഒന്നും സംസാരിക്കുവാനോ ഇടപെടുവാനോ പോകാത്ത ഏട്ടനാണ് ഇപ്പോൾ എന്നെ താങ്ങാനായി അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഒരേ സമയം അതിയായ സന്തോഷവും പരവേശവും തോന്നിയ നിമിഷം. അപ്പോഴും എൻ്റെ കണ്ണുകൾ തറയിൽ കാണുന്ന ഏട്ടൻ്റെ ചെരുപ്പിലേക്കായിരുന്നു എന്ന് മാത്രം. എന്നിലാകമാനം ഒരു വെപ്രാളം തോന്നി തുടങ്ങി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. മുകുന്ദേട്ടൻ്റെ സാമീപ്യം, ആളിൻ്റെ സ്പർശം, ആ ചൂട് നിശ്വാസങ്ങൾ, എന്നോടുള്ള സംസാരം, ഇതെല്ലാം എന്നിൽ തീർത്തത് മുൻപെങ്ങും അനുഭവിക്കാനാവാത്ത വികാരങ്ങളായിരുന്നു. ഈ കൈ എൻ്റെ തോളിലേക്കിട്. വീണ്ടും ഏട്ടൻ്റെ ഗൗരവത്തോടെയുള്ള ഗാംഭീര്യമുള്ള ശബ്ദം കാതിൽ പതിച്ചപ്പോൾ എൻ്റെ മനസ്സ് നൊടിയിടയിൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഊളിയിട്ടു. അവനും കൂടി പിടിക്കും മോളെ. ഞാൻ പേടിച്ചിരിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ടാവാം അച്ഛൻ അടുത്ത് നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞത്. മനസ്സില്ലാ മനസ്സോടെ ഒന്ന് മൂളിക്കൊണ്ട് ഏട്ടൻ്റെ തോളിലേക്കായി പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ ഞാനൊരു ശ്രമം നടത്തി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആൾ എന്നെ കയ്യിൽ കോരിയെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ആ നെഞ്ചോരം മുഖം ചേർത്താണ് കിടക്കുന്നത്. ആളിൻ്റെ ഹൃദയമിടിപ്പും കേട്ടുകൊണ്ട് എനിക്ക് വീണ്ടും വെപ്രാളം കയറി. റോഡിലുള്ള എല്ലാവരും കണ്ടു കാണില്ലേ? അച്ഛൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഒരേ സമയം നാണമോ ചമ്മലോ പേടിയോ എന്തൊക്കെയോ വേർതിരിച്ചറിയാനാവാത്ത വികാരങ്ങൾ എന്നിൽ പൊട്ടിമുളച്ചു. അതിനു മുകളിൽ എനിക്ക് ആളിനോടുള്ള ഉള്ളിലൊളിപ്പിച്ച അടങ്ങാത്ത പ്രണയവും ഒരു കാരണമായിരുന്നു. അവണി, നീ പോയി ആദ്യം കയറിക്കോ, എന്നിട്ട് മുകുന്ദൻ അവളെ സീറ്റിലേക്ക് ഇരുത്തിക്കോളും. അച്ഛൻ്റെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ ഞാനും ഒന്ന് ആശ്ചര്യപ്പെട്ടു പോയി. എന്നെ മുകുന്ദേട്ടൻ എടുത്തുകൊണ്ട് പോകുന്നതിൽ അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാനും അപ്പോൾ ആലോചിച്ചത്. ആവണി എൻ്റെ ഭാഗമായി ഓടി മുറ്റത്തേക്ക് ഇറങ്ങുന്നതും ഓട്ടോയിലേക്ക് കയറിയിരിക്കുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ മുകുന്ദേട്ടൻ്റെ ചൂടിൽ കണ്ണുകൾ അടച്ചു കിടന്നു. ആ മുഖത്തേക്ക് കണ്ണു തുറന്നൊന്ന് നോക്കണമെന്ന് തോന്നി. ആ നുണക്കുഴി ഇത്ര അടുത്തു നിന്നൊന്ന് കാണാൻ വല്ലാത്ത കൊതിയായി. ആളും എന്നെ നോക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാൻ ഉള്ളം മിടിച്ചു. പക്ഷേ എനിക്ക് ആ സമയം ധൈര്യം തോന്നിയില്ല എന്നതാണ് സത്യം. മുകുന്ദേട്ടൻ എന്നെയും കൊണ്ട് പടികൾ ഇറങ്ങുന്നത് ഞാൻ അറിഞ്ഞു. ഓട്ടോയുടെ അടുത്തേക്ക് നടക്കുന്നതും ആളിൻ്റെ കൈക്കുള്ളിൽ നിന്നും പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന എൻ്റെ തിരുമ്മിയ കാലിൽ അപ്പോൾ തെല്ലും വേദന അനുഭവപ്പെട്ടില്ല എന്നത് എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഇതെന്താ ഇങ്ങനെ? പ്രണയിക്കുന്ന ആളിൻ്റെ ഒരു സ്പർശത്താൽ എത്ര വലിയ വേദന ഇല്ലാണ്ടാവുമോ? അതല്ലെങ്കിൽ ഇത്രയും നേരം കാലം നനക്കാൻ പോലും വയ്യാതിരുന്ന എനിക്ക് ഇപ്പോൾ എങ്ങനെ തൂങ്ങിക്കിടക്കാൻ പറ്റുന്നത്? ആ സമയം ഞാനൊന്ന് മനസ്സിലുറപ്പിച്ചു. അതെ, പ്രണയം മരുന്നാണ്, അമൃതാണ്, മൃതസഞ്ജീവനിയാണ്, ഏത് വേദനയ്ക്കുള്ള ഒറ്റമൂലിയാണ്. എനിക്ക് ആ സമയം എൻ്റെ മുകുന്ദേട്ടനെ ഒരു നോക്ക് കാണണമെന്ന് കലശലായ ആഗ്രഹം തോന്നിപ്പോയി. പിന്നെ പരിഭ്രമത്താൽ ഞാനൊന്ന് മടിച്ചു. പക്ഷേ എന്നിലെ പ്രണയിനി എന്നോട് കലഹിച്ചുകൊണ്ട് അനുവാദം ചോദിക്കാതെ തന്നെ മിഴികൾ തുറക്കാൻ ശ്രമിച്ചു. മുകുന്ദേട്ടൻ ശ്രദ്ധയോടെ എൻ്റെ കാലുകളിലേക്ക് നോക്കിക്കൊണ്ട് ഓട്ടോയിലെ സീറ്റിലേക്ക് ഇരുത്തുമ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നത്. ആളിൻ്റെ നോട്ട് എൻ്റെ വലത്തെ കാലിലേക്ക് മാത്രമാണ്. എന്നെ ശ്രദ്ധയോടെ ഇരുത്തുന്നതിനോടൊപ്പം തന്നെ എൻ്റെ വലത്തെ കാല് താങ്ങാതെ നോക്കുന്നുണ്ടെന്നത് കണ്ടപ്പോൾ ആ കരുതൽ ഒരിക്കലും അവസാനിക്കരുതേ എന്ന് എൻ്റെ ഹൃദയം വല്ലാതെ ആഗ്രഹിച്ചു. കിട്ടിയ സമയം പാഴാക്കാതെ ആ മുഖം ഞാൻ ഹൃദയത്തിനുള്ളിലേക്ക് എന്നേക്കുമായി പതിപ്പിച്ചു വയ്ക്കാൻ വെമ്പൽ കൊണ്ടു.
ആ കുഞ്ഞി കണ്ണുകൾ, കൂട്ടുപുരികം, കട്ടിമീശ, അതിനടിയിൽ കാണുന്ന ചെറുതെങ്കിലും വിടർന്നു നിൽക്കുന്ന നേരിയ ചുവപ്പോട് നിറമുള്ള ചുണ്ടുകൾ, നുണക്കുഴി കവിൾ, ഷേവ് ചെയ്യാത്തതിനാൽ കുരുത്തു വരാൻ തുടങ്ങുന്ന താടിരോമങ്ങളുടെ നേരിയ പച്ച നിറത്തോടു കൂടിയുള്ള വെളുത്ത മുഖത്തെ അവശേഷിപ്പുകൾ, അതിലെല്ലാം ഉപരി അവനിലെ കണ്ണുകളിൽ മുറ്റി നിൽക്കുന്ന ഗൗരവഭാവം, ഓരോന്നും അതിസൂക്ഷ്മമായി ഞാൻ മനസ്സിലേക്ക് ആഴത്തിൽ ആവാഹിച്ചു വെച്ചു. ഇത്തിരിയും കൂടി പിന്നോട്ടേക്ക് നീക്കിയിരുത്തണോ? കണ്ണിമ വെട്ടാതെ ആളിൽ മുഴുകിയിരുന്നതിനാൽ മുകുന്ദേട്ടൻ ചോദിച്ചത് ഞാൻ കേട്ടില്ല എന്ന് വേണം പറയും. എന്താ? ഞാനൊരു വെപ്രാളത്തോടെ ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇത്തിരിയും കൂടി പിന്നോട്ടേക്ക് ഇരുത്തണമെന്ന്. ഒരു വശത്തേക്ക് നീട്ടിവെച്ച എൻ്റെ കാല് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടിക്കൊണ്ടായിരുന്നു ആളിൻ്റെ പിന്നീടുള്ള ചോദ്യം. കുഴപ്പമില്ല. പിടപ്പോടെ എൻ്റെ കണ്ണുകൾ ഞാൻ ആ മുഖത്തു നിന്നും പൊടുന്നനെ മാറ്റിക്കളഞ്ഞു. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് മുകുന്ദേട്ടൻ എന്നിൽ നിന്ന് അകന്നു മാറുന്നത് വേദനയോടെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്തിനോ വേണ്ടി ഹൃദയത്തിൽ ഒരു കൊളുത്തിപ്പിടിക്കുന്ന പോലുള്ള വേദനയുണ്ടായി. കണ്ണുകൾ നീറിപ്പുകഞ്ഞു. ആ ഗന്ധം, ആ കരുതൽ, ആ സ്പർശം, അതെന്നിൽ നിന്ന് അകന്നു പോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. മുറവിളി കൂട്ടുന്ന ഹൃദയത്തെ അടക്കി നിർത്തുവാനാവാതെ ഞാൻ വീണ്ടും ആളിന് നേർക്ക് നോട്ടം പായിച്ചു. അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അച്ഛൻ ഓട്ടോയിലേക്ക് കയറിയിരിക്കുന്നതും ഡ്രൈവർ വണ്ടി മുന്നോട്ടേക്ക് എടുത്തിരുന്നു. കണ്ണുനീർ ഉറഞ്ഞുകൂടാൻ തുടങ്ങിയതും ഓട്ടോയുടെ സൈഡ് മിററിലൂടെ ഞാൻ മുകുന്ദേട്ടനെ വീണ്ടും നോക്കി. ഞങ്ങളുടെ വണ്ടി എടുക്കാൻ നോക്കിയിരുന്നവനെ പോലെ തിരിഞ്ഞു നടന്നു വേഗത്തിൽ പോകുന്നവനെയാണ് ഞാൻ കണ്ടത്. ഉള്ളം വല്ലാതെ വേദനിച്ചു. അല്ലെങ്കിൽ തന്നെ എനിക്ക് മാത്രമല്ലേ പ്രണയം ഉണ്ടായിരുന്നുള്ളൂ, ഏട്ടൻ എന്നോട് ഇല്ലായിരുന്നല്ലോ. യാഥാർത്ഥ്യം കൺമുൻപിൽ നിന്നുകൊണ്ട് കൊക്രി കാട്ടാൻ തുടങ്ങിയതും കണ്ണും കഴിഞ്ഞൊരു തുള്ളി താഴേക്ക് ഒഴുകിയിറങ്ങി കരിഞ്ഞിരുന്നു. ഞാൻ ആരും കാണാതെ മുഖം കുനിച്ചിരുന്നു. അപ്പോൾ ആളല്ലേ എന്നെ ഹരിയെന്ന് വിളിച്ചത്? പിന്നെ ഞാൻ കേട്ടതോ? വഴികൾ പിന്നിലേക്ക് ഓടിപ്പായുമ്പോൾ എന്നിൽ അവശേഷിച്ചിരുന്ന ചോദ്യം അതായിരുന്നു. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് കോളേജിൽ പോകണ്ടല്ലോ, നല്ല കാര്യമായി. അമ്മയുടെ ശബ്ദം ഉച്ചത്തിൽ കേട്ടപ്പോഴാണ് ഞാൻ പതിയെ ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കിയത്. ആള് കട്ടലിൻ്റെ കാൽഭാഗത്തിരുന്നു കൊണ്ട് എൻ്റെ തിരുമ്മിക്കെട്ടിയ കാലിൽ പിടിച്ചുകൊണ്ട് തൊട്ടടുത്തായി നിൽക്കുന്ന അച്ഛനോടായി എന്തൊക്കെയോ പറയുന്നുണ്ട്. ജനലിങ്കലേക്ക് ഞാനൊന്ന് നോക്കി. പുറത്ത് കട്ട പിടിച്ച ഇരുട്ടാണ്. ഇത്രയും നേരം ഞാൻ ഉറങ്ങിയോ? കാല് തിരുമ്മി കെട്ടിവെച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന് കട്ടിലേക്ക് കയറി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബോധം കെട്ട് ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിലെ മണി 8 എന്നടിച്ചപ്പോഴാണ് ഞാൻ പിന്നെയും ഞെട്ടിയത്. ഇത്രയും നേരം ഉറങ്ങിയെന്നോർത്തപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ തോന്നിയില്ല. എല്ലാം ഭേദമായിട്ടത് വിട്ടാൽ മതി, നീരൊക്കെ ഒന്ന് വലിയട്ടെ, അല്ലേ തന്നെ പണ്ടത്തെ എൻ്റെ പിന്നത്തെയാവും. ഇനി 3-4 കെട്ടും കൂടി വേണ്ടിവരുമെന്നാണ് വൈദ്യം പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ മുഖത്ത് വല്ലാത്ത സങ്കടം തെളിയിക്കുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞു. നീ എഴുന്നേറ്റോ? ഇപ്പം എങ്ങനെയുണ്ട് കാലിന്? വേദന ഇത്തിരിയേലും കുറവുണ്ടോ? ഞാൻ കണ്ണുകൾ തുറന്ന് കിടക്കുന്നത് കണ്ടതിനാലാവണം അമ്മ വേവലാതിയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചത്. ഞാൻ സ്വയം ഒന്ന് കാല് പരിശോധിച്ച് നോക്കി. വെച്ചിടത്ത് നിന്ന് ഇത്തിരി പോലും അനക്കാൻ പറ്റുന്നില്ല. അനക്കുമ്പോൾ വേദനയാമ്മേ. ഞാനൊന്ന് എരിവ് വലിച്ചു പോയി. നിനക്കെന്താ കണ്ടുകൂടായിരുന്നോ പ്രിയേ? നീ എന്താ വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ മാനത്ത് നോക്കിക്കൊണ്ടാണ് ഇറങ്ങുന്നത്? അമ്മ ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ ദയനീയമായ അച്ഛനെ ഒന്ന് നോക്കി. സാരില്ല മാധവി, ഇത്രയല്ലേ അവൾക്ക് പറ്റുള്ളൂ. അതിനാദ്യം നീ ഈശ്വരനോട് നന്ദി പറയേ. അച്ഛൻ എൻ്റെ മുത്താണ്. അപ്പോഴേക്ക് എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകനെ പോലെ എത്തിയിരിക്കുന്നു. ഓ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒരു വിലയില്ലല്ലോ. ഞാനേ ഇവിടെ പെറ്റ തള്ളയാണ്, അത് വല്ലപ്പോഴും ഓർത്താ നന്ന്. അതും പറഞ്ഞുകൊണ്ട് അമ്മ മുഖം കയറ്റി വച്ചിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാവം തോന്നിപ്പോയിരുന്നു. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്നോടോ സന്ദീപേട്ടനോടോ ഒരു സ്നേഹക്കുറവില്ല. ദേഷ്യം മുഴുവൻ ദീപേട്ടത്തിയോടാണ്. അതും സ്ത്രീധനം ഉദ്ദേശിച്ചത് കിട്ടിയില്ല എന്ന ഒറ്റ കാരണത്താൽ. അനിതമ്മയോടും ഉണ്ണിയച്ഛനോടും ഒക്കെ വലിയ സ്നേഹമായിരുന്നു നേരത്തെയൊക്കെ. പക്ഷേ ഏട്ടൻ്റെയും ദീപേടത്തിയുടെയും കല്യാണത്തിന് ശേഷം അവരോടും അമ്മയ്ക്ക് ദേഷ്യമാണ്. മുകുന്ദേട്ടനെയും ദീപേടത്തെയും ചൂണ്ടിക്കാട്ടി അവരെപ്പോലെ പഠിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ വഴക്കു പറയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അമ്മയുടെ അഭിപ്രായത്തിൽ ഏട്ടത്തി എൻ്റെ സന്ദീപേട്ടനെ കണ്ണും കൈയും കാണിച്ച് വശത്താക്കിയവളാണെന്നാണ് പറയപ്പെടുന്നത്. ഓരോ ചിന്തകൾ എൻ്റെ മനസ്സിൽ കിടന്ന് ഓളം വെട്ടി.
ആഹാ, സുഖിച്ചു കോളേജിലും പോകാതെ കുറേ നാളിനി കിടക്കാമല്ലോ. അപ്പോഴാണ് സന്ദീപേട്ടൻ കുശലം ചോദിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് കയറി വന്നത്. പിന്നിലായി ഏട്ടത്തിയും. ഏട്ടനെ കണ്ടപ്പോൾ അമ്മയുടെ മുഖത്തിന് വലിയ ഭാവവ്യത്യാസമൊന്നും വന്നില്ലെങ്കിലും ആൾക്ക് പിറകിലായി കയറി വന്ന ഏട്ടത്തിയെ കണ്ടപ്പോഴേക്കും അമ്മ ഒരു മുഖം ഒരു വശത്തേക്ക് ചെരിച്ചു വെച്ചിരുന്നു. ഒന്ന് പോയേട്ടാ, ഞാൻ വെറുതെ ഒന്ന് കൂർപ്പിച്ചു കാണും. റോഡിൽ കിടക്കുന്ന കല്ല് വരെ ടെസ്റ്റ് ചെയ്യാതെ നീ വിടില്ല അല്ലേടി? ചോദ്യം എന്നോടായിരുന്നെങ്കിലും ആളിൻ്റെ നോട്ടം എൻ്റെ കാലിലേക്കായിരുന്നു. അറിയാം, ആ മനസ്സിൽ എന്നെപ്പറ്റിയുള്ള ആദ്യമായിരിക്കുമെന്ന്. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അല്ലെങ്കിൽ തന്നെ അതിൽ കയറി പിടിച്ചു തൂങ്ങാൻ. എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ ഉഷാറായി. പൊളി ലൈഫ്. ഇനിയിപ്പോൾ ഫുഡ് വരെ കട്ടിലിലേക്ക് എത്തും. എൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ആൾ കളിയായി ചിരിക്കുന്നുണ്ട്.